നമസ്കാരം. ഇന്ത്യൻ റെയിൽവേ സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന വമ്പൻ റിക്രൂട്ട്മെന്റ് എത്തിയിരിക്കുകയാണ്. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് RRB ഇപ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ALP തസ്തികയിലേക്ക് പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുകയാണ്. 11,127 ഒഴിവുകളും +2 ITI ഡിപ്ലോമ യോഗ്യതക്കാർക്ക് അവസരമുണ്ട്. ഇന്ത്യയിലെ വിവിധ റെയിൽവേ സോണുകളിലാണ് നിയമനം നടക്കുന്നത്. തുടക്ക ശമ്പളം ഏകദേശം 19,000 മുതൽ ലഭിക്കുന്നതാണ്. വിത്ത് അലവൻസ് ആണ്. സ്ഥിര സർക്കാർ ജോലിയാണ്. ഇന്നത്തെ വീഡിയോ നമുക്ക് ഒഴിവുകളുടെ എണ്ണം, യോഗ്യത, പ്രായപരിധി, ശമ്പളം, അപേക്ഷിക്കേണ്ടുന്ന വിധം, പരീക്ഷാ രീതികൾ, സിലബസ്, പ്രധാന തീയതികൾ, ആർക്കൊക്കെ അപേക്ഷിക്കാം തുടങ്ങിയ വിശദവിവരങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം. ഈ റിക്രൂട്ട്മെന്റ് വിശദവിവരത്തിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഉപകാരപ്പെടും. ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് തസ്തികയിലേക്കാണ്. ട്രെയിൻ ഓടിക്കുന്ന ലോക്കോ പൈലറ്റിനെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ജോലിയാണ്. റെയിൽവേ ഡിപ്പാർട്ട്മെന്റിലുള്ള വളരെ പ്രസ്റ്റീജിയസ് ഉള്ള ടെക്നിക്കൽ പോസ്റ്റുകൾ ഒന്നാണിത്. ഇനി വാക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. ആകെ ഒഴിവുകൾ 11,127 ആണ്. ഇന്ത്യയിലെ വിവിധ റെയിൽവേ സോൺസിലാണ് നിയമനം നടക്കുന്നത്. കേരളത്തിൽ നിന്ന് അപേക്ഷിക്കുന്നവർക്ക് സാധാരണയായി തിരുവനന്തപുരം സോൺ, ചെന്നൈ സോൺ എന്നിവിടങ്ങളിലായിരിക്കും കൂടുതൽ അവസരങ്ങൾ ലഭിക്കുക. ഇനി ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് നോക്കാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത് 15 മെയ് 2026 ആണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 14 ജൂൺ 2026 ആണ്. രാത്രി 11:59 വരെ അപേക്ഷിക്കാം. അതിനാൽ അവസാന ദിവസത്തേക്ക് കാത്തിരിക്കാതെ നേരത്തെ തന്നെ അപേക്ഷിക്കുക. ഇനി എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷൻ നോക്കാം. ALP പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത SSLC 10th പാസ് ആണ്. കൂടാതെ ITI അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആണ്. ഏത് ട്രേഡുകൾക്ക് അപേക്ഷിക്കാമെന്നത് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വ്യക്തമാക്കും. ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഡീസൽ മെക്കാനിക് തുടങ്ങിയ ട്രേഡുകൾക്ക് സാധാരണ അവസരം ഉണ്ടാകും. ഇനി ഏജ് ലിമിറ്റ് നോക്കാം. പ്രായപരിധി 18 മുതൽ 30 വയസ്സ് വരെയാണ്. ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡേറ്റ് 2026 ജൂലൈ 1 അടിസ്ഥാനമാക്കിയാണ്. SC/ST വിഭാഗക്കാർക്ക് പ്രായളവ് ലഭിക്കും. OBC വിഭാഗങ്ങൾക്ക് ഇളവ് ലഭിക്കും. എക്സ് സർവീസ്മാൻ, മറ്റ് റിസർവേഷൻ വിഭാഗങ്ങൾക്കും സർക്കാർ നിയമപ്രകാരം ഇളവ് ലഭിക്കും. ഇനി സാലറി ഡീറ്റെയിൽസ് നോക്കാം. ALP പോസ്റ്റിലേക്ക് അടിസ്ഥാന ശമ്പളം വരുന്നത് 19,000 ആണ്. ലെവൽ 2 പേ മെട്രിക്സ് ആണ്. എന്നാൽ റെയിൽവേ അലവൻസും ഉൾപ്പെടെ ലഭിക്കുമ്പോൾ മാസശമ്പളം ഏകദേശം 35,000 മുതൽ 40,000 വരെ ലഭിക്കാം. ഇതിനു പുറമെ DAHRA, ട്രാവൽ അലവൻസ്, നൈറ്റ് ഡ്യൂട്ടി അലവൻസ്, പെൻഷൻ ബെനിഫിറ്റ്സ്, മെഡിക്കൽ ഫെസിലിറ്റീസ്, റെയിൽവേ പാസ് എല്ലാം ലഭിക്കുന്നതാണ്. ഇനി ആപ്ലിക്കേഷൻ മോഡ് നോക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ വഴി മാത്രമാണ്. RRB ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കണം. സെലക്ഷൻ പ്രോസസ് എങ്ങനെയെന്ന് നോക്കാം. ആദ്യഘട്ട ഓൺലൈൻ പരീക്ഷയാണ്. സാധാരണ ചോദിക്കുന്ന വിഷയങ്ങൾ മാത്സ്, ജനറൽ ഇന്റലിജൻസ്, റീസണിംഗ്, ജനറൽ സയൻസ്, കറണ്ട് അഫയേഴ്സ് എന്നിവയാണ്. അടുത്ത പ്രോസസ് CBT 2 ആണ്. ഇത് കൂടുതൽ ടെക്നിക്കൽ പരീക്ഷയായിരിക്കും. നിങ്ങളുടെ ITI അല്ലെങ്കിൽ ഡിപ്ലോമ ട്രേഡിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ വരും. അടുത്തത് CBAT ആണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ALP പോസ്റ്റിലേക്ക് പ്രത്യേക ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാകും. റിയാക്ഷൻ, ഒബ്സർവേഷൻ, കോൺസെൻട്രേഷൻ എന്നിവ പരിശോധിക്കുന്ന പരീക്ഷയാണിത്. അടുത്തത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തും. അടുത്തത് മെഡിക്കൽ എക്സാമിനേഷൻ. റെയിൽവേ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് പരിശോധന ഉണ്ടാകും. പ്രത്യേകിച്ച് ഐ വിഷൻ വളരെ പ്രധാനമാണ്. ഇനി എക്സാം പാറ്റേൺ നോക്കാം. CBT 1 സമയം 60 മിനിറ്റ്, ചോദ്യങ്ങൾ 75 ആണ്. സബ്ജക്ട് വരുന്നത് മാത്സ്, റീസണിംഗ്, സയൻസ്, കറണ്ട് അഫയേഴ്സ് എന്നിവയാണ്. അടുത്തത് CBT 2 ആണ്. പാർട്ട് A + പാർട്ട് B ആണ്. പാർട്ട് A ജനറൽ സബ്ജക്ട്സ്, പാർട്ട് B ട്രേഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ശ്രദ്ധിക്കുക, ഓരോ തെറ്റായ ഉത്തരത്തിനും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഉറപ്പുള്ള ഉത്തരങ്ങൾ മാത്രം അറ്റംപ്റ്റ് ചെയ്യുക. ഇനി റെക്കോർഡ് ഡോക്യുമെന്റ്സ് നോക്കാം. അപേക്ഷിക്കുമ്പോൾ ആവശ്യമായ രേഖകൾ: ആധാർ കാർഡ്, SSLC സർട്ടിഫിക്കറ്റ്, ITI ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, കാറ്റഗറി സർട്ടിഫിക്കറ്റ് അത് ആവശ്യമാണെങ്കിൽ മാത്രം. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അപേക്ഷിക്കേണ്ട വിധം: RRB ഒഫീഷ്യൽ വെബ്സൈറ്റ് തുറക്കുക, ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുക, ബേസിക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക, ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക, ഫീ പേയ്മെന്റ് ചെയ്യുക, ഫൈനൽ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ത്യൻ റെയിൽവേസ് ALP റിക്രൂട്ട്മെന്റ് 2026 സംബന്ധിച്ച എല്ലാ പ്രധാന വിവരങ്ങളും ഈ വീഡിയോയിൽ പറഞ്ഞു. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ റെയിൽവേ എക്സാം പ്രിപ്പറേഷൻ വീഡിയോസ് വേണമെങ്കിൽ കമന്റ് ചെയ്യുക. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.